നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 42ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജ്ഞാനപീഠ അവാർഡ് ജേതാവും പത്മഭൂഷൺ ബഹുമതി നേടിയ വ്യക്തിത്വവും ചെമ്മീൻ എന്നുള്ള ഒറ്റക്കൃതി കൊണ്ട് തന്നെ ലോകം മുഴുക്കെ അറിയപ്പെടുന്ന സാഹിത്യകാരനുമായ ശ്രീ തകഴിയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹം എനിക്ക് 5 കത്തുകളാണ് ആകെ അയച്ചിട്ടുള്ളത്. അത് എല്ലാം എനിക്ക് അയച്ചിട്ടുള്ളതെല്ലാം കൈപ്പടയിൽ എഴുതിയ കാർഡിലാണ്, ഇല്ലൻ്റിലല്ല, കാർഡിലാണ്. 7/8/1985 ആദ്യ കത്ത് എനിക്ക് അയക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിനും അതിലെ സന്തോഷം അറിയിച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ്. അതിനുശേഷം ശ്രീ തകഴിയുടെ സൃഷ്ടികളെക്കുറിച്ചിട്ടും മറ്റും എനിക്ക് തോന്നിയതല്ല ഞാൻ എഴുതി അയച്ചൊരു കത്താണ്. അതിനുശേഷം അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് 9/12/1985 ഞാൻ അദ്ദേഹത്തിനൊരു കത്തയച്ചു. സർ, ഞാൻ നാളെ രാവിലെ തകഴിയിലെ വീട്ടിലെത്തും, തിരുവനന്തപുരത്താണെന്നാണ് വരുന്നത്. ജോലിയൊന്നുമില്ലാത്തൊരു എഴുത്ത് മാത്രം കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അവിടെ വരുമ്പോഴത്തേക്ക് സാർ അവിടെ ഉണ്ടാവാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ നേരത്തെ തന്നെ ഞാനൊരു കത്തയച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പോയ രസകരമായിട്ടുള്ള ഓർമ്മ ഇന്നലത്തതുപോലെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ഒരു ചിത്രത്തിലെ ദൃശ്യങ്ങൾ പോലെ. തലേദിവസം സഞ്ചിയും പുസ്തകവും കൈയെഴുത്തു കോപ്പിയും ഇതെല്ലാമായി വെളുപ്പിനെയുള്ള ബസ്സിന് ആലപ്പുഴയ്ക്ക് തിരിക്കുകയാണ്. ആലപ്പുഴ ചെന്നിറങ്ങി അവിടെ നിന്ന് നേരെ തകഴിയിലേക്കുള്ള യാത്ര. ബസ് കിട്ടാൻ വളരെയേറെ പണിപ്പെട്ടു. അതുകൊണ്ട് അവിടെ അമ്പലപ്പുഴ ഇറങ്ങി അവിടുന്ന് ഓട്ടോയിലാണ് തകഴിയിലേക്ക് പോകുന്നത്. ഒരു 6-6:30 മണിയായപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ചെറിയൊരു വീട്, വെളിയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ ഒന്നുമില്ല. ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മ തുളുമ്പുന്ന വീട്ടിൻ്റെ സിറ്റൗട്ടിൽ ഒരു ചെറിയൊരു സിറ്റൗട്ട്, അതിൽ വട്ടക്കസേര, പ്ലാസ്റ്റിക് വിരിഞ്ഞ, ചിലതൊക്കെ കീറിയതും ചിലതൊക്കെ കീറി തുടങ്ങുന്നതുമായിട്ടുള്ള ഒരു 3-4 വട്ടക്കസേര ഇട്ടിട്ടുണ്ട്. പിന്നെ തലയിൽ തെത്തൊരു ചെറിയൊരു കസേരയും വെളിയിൽ. ഇത്രയാണ് ഭൂമുഖത്തുള്ളത്. ഞാൻ ചെന്ന് കഥകൾ തട്ടി. അദ്ദേഹം ഒരു മുണ്ടെടുത്ത് കഴുത്തിൽ രുദ്രാക്ഷവും വേറെ വെള്ളിയും കൂടെ ചേർത്ത് കെട്ടിയിട്ടുള്ളൊരു മാലയും ഇട്ടിട്ടുണ്ട്. കഥകൾ തുറന്ന് ആരാ എന്ന് ചോദിച്ചു. നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് വന്ന ശരവൺ മഹേശ്വർ എന്ന ആളാണ്. ആ, നീ ഇത്ര രാവിലെ എത്തിയോ? നീ അയച്ച കത്തെനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് വെളിയിലോട്ട് വന്നു. ആ കഥകും ചാരി കസേരയിൽ വന്ന് ഉപവിഷ്ടനായി. വിശേഷങ്ങളൊക്കെ പറ, നിൻ്റെ വിശേഷങ്ങളൊക്കെ പറ, കേൾക്കട്ടെ. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് മുറുക്കാൻ ചെല്ലത്തിൽ നിന്നും വെറ്റയും പാക്കും പുകയിലയും ഇതെല്ലാം കൂടെ ചേർത്ത് കൂട്ടി മുറുക്കാനുള്ള ഭാഗത്തിലാണ്. നമ്മൾ സാർ ഇങ്ങനെ അപ്പുവേട്ടനോട് ഇന്ന് ഞാൻ എഴുതി ഒരു 50 ചെറിയ കവിതകളാണെങ്കിൽ ഒരു കവിതാ സമാഹാരമുണ്ട് സാർ, അതിനൊരു ആമുഖം എനിക്ക് എഴുതി തരണം. എന്നെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ചിരിച്ചു. മുറുക്കാൻ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് നീട്ടി തുപ്പിയിട്ട്
കവിതയ്ക്ക് ആമുഖമോ? ഞാൻ പറഞ്ഞു ആ നോവൽ എഴുതുന്ന ആൾക്ക് കവിതയ്ക്ക് ആമുഖം എഴുതിക്കൂടുന്നുണ്ടോ? എടാ ഞാൻ തന്നെ അത് ചെയ്യണോ? ഞാൻ പറഞ്ഞത് ചെയ്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ വിവക്ഷ. അപ്പം ചിരിച്ചു. ഞാൻ പണ്ട് കവിതകളൊക്കെ എഴുതി പരാജയപ്പെട്ട ഒരാളാണ്. എന്നാലും കവിത എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ആവേശമുണ്ട്. ആ ആവേശം പേർപ്പിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതുക. നിൻ്റെ ഒരു 4-5 കവിതകൾ വായിച്ച് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എഴുതിയ കുറച്ച് കവിതകൾ 4-5 എണ്ണം വായിച്ച് കേൾപ്പിച്ചു. മൂക്കിലിങ്ങനെ വിരൽ വെച്ചിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചവച്ചിട്ട് സശ്രദ്ധം കേട്ടു. ഗദ്യ ശൈലിയിലാണല്ലേ നീ എഴുതാറ്? ഞാൻ പറഞ്ഞ അതെ. എടാ നിനക്ക് വൃത്തവും അലങ്കാരമൊന്നും അറിവിടാത്തതുകൊണ്ടാണോ നീ ഗദ്യ ശൈലിയിൽ എഴുതുന്നത്? ഞാൻ പറഞ്ഞ വൃത്തവും അലങ്കാരത്തിലൊക്കെ എഴുതാം, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നിനക്കിതിൽ ഈ കവിതാ സമാഹാരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കവിത ഏതാണെന്ന് പറയാൻ പറഞ്ഞു. സത്യസന്ധമായിട്ടേ പറയാനുള്ളൂ, നീ കള്ളം പറയരുത്. ഞാൻ പറയാം. ഇതിൽ വൃത്തം എന്നൊരു കവിതയുണ്ട്. വൃത്തത്തിനുള്ളിലൊരു വൃത്തം, ആ വൃത്തത്തിനുള്ളിൽ ചെറിയൊരു വൃത്തം, ആ വൃത്തത്തിനുള്ളിൽ ഞാൻ കണ്ടു ആന ചിറകിട്ടടിച്ച് പറക്കുന്നതായി. അത് കേട്ടത് തകഴി സാർ ഉറച്ചൊന്ന് ചിരിച്ചു. ഞാൻ ഇട്ടുകൊണ്ടുപോയ പൂക്കളുള്ള ആ ഷർട്ട് കംപ്ലീറ്റ് വെറ്റില മുറുക്കിയതിൻ്റെ ആ തുപ്പലും കൊണ്ട് അഭിഷേകം, പുഷ്പാഭിഷേകം മാതിരി അഭിഷേകം. അയ്യോ നിൻ്റെ ദേഹത്ത് വീട് പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നിന്നെ അനുഗ്രഹിച്ചതാ, ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ വേഷത്തിൽ വേണമല്ലോ ഞാൻ പുറത്തോട്ട് പോകാൻ. അപ്പം ആൾക്കാർക്ക് തോന്നില്ലല്ലോ തകഴി സാർ എന്നെ അനുഗ്രഹിച്ചതാണെന്ന്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് തരാം, നീ ഷർട്ട് ഊരി കഴുകിയിട്ട് ഈ തിണ്ണയിലിട്ടാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അശയൊന്നും ഇല്ലേ? അല്ല നീ തിണ്ണയിലിട്ടാൽ മതി, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ അദ്ദേഹം അകത്തോട്ട് പോയി. നെഞ്ചോട് ചേർത്താണ് മുണ്ട് കെട്ടിയിരിക്കുന്നത്. എടിയേ കാത്തേ എന്ന് വിളിച്ച് അകത്തോട്ട് വിട്ട് ഒരു മുന്ത വെള്ളം എന്ന് പറഞ്ഞു. ഒരു മുന്ത വെള്ളം കൊണ്ടുവന്നു. ഞാൻ ഷർട്ട് ഊരി കംപ്ലീറ്റ് ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, കഴുകി അവിടെ തന്നെ വിരിച്ചു. ബനിയൻ ഇട്ടിട്ടുണ്ട്, ഒരു മൂകാംബികയുടെ ലോക്കറ്റും ഒരു ചരടുമുണ്ട്. അത് കണ്ടിട്ട് നീ മൂകാംബിക ഭക്തനാണല്ലേ? ഞാൻ പറഞ്ഞൊരു മനസ്സിനൊരു ബലം, മനസ്സിൻ്റെ ഒരു വിശ്വാസം അതൊക്കെ കൊണ്ടാണെന്ന്. എടാ ഈ ആന എങ്ങനെയാടാ ഈ ഹോളിക്കൂടെ ചിറകിട്ടടിച്ച് പോണ? നീ അത് എഴുതാനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞു സാർ അതിൻ്റെ ഒരു വിവരണം, ഒരു ബ്രീഫ് ഞാൻ പറയാം, നീ പറ ഞാൻ കേൾക്കട്ടെ. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിക്ക് അടുത്തുള്ള ആർട്സ് കോളേജിൽ ചിത്രകല പഠിപ്പിക്കുന്ന ആർട്സ് കോളേജിൽ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ പ്രൊഫസർ സനാതനനാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനങ്ങനെ ചെല്ലുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാം ഒരു ചിത്രപ്രദർശനം നടക്കുകയാണ്. ഓരോരുത്തരും വരച്ച ചിത്രങ്ങളും അങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുകയാണ്. കുറേയധികം ആൾക്കാരുമുണ്ട്. അപ്പോൾ കോമ്പസും ഉണ്ട്, ഒരു വൃത്തം മാത്രം വരച്ചിട്ട് അത് ഫ്രെയിം ചെയ്ത് നല്ല രീതിയിൽ അതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് ചെയ്ത ആളുടെ ഒപ്പുമുണ്ട്. എല്ലാവരും നോക്കിയിട്ട് ഗംഭീരം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഞാനും നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. കോമ്പസ് കൊണ്ട് ഒരു കുത്തിട്ട് ആ കുത്തിലൊരു റൗണ്ട്. അപ്പോൾ വരച്ച ചിത്രകാരനോട് ഞാൻ ചോദിച്ചു, സുഹൃത്തെ എനിക്ക് സംശയം, എനിക്ക് ചിത്രകലയെക്കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചിട്ടൊന്നും വലിയ അറിവൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ കുറേയധികം ആൾക്കാരുടെ ലോകോത്തര പ്രശസ്തരായിട്ടുള്ള ലിയനാർഡോ ഡാവിഞ്ചിയുടെയും പിക്കാസോയുടെയും അങ്ങനെ കുറേ പേരുടെ ചിത്രങ്ങളൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ചിത്രകലയെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ല. എന്നാൽ ഇതെന്താണ്? അത് സാർ അത് പൂച്ച ഒരു കണ്ണുകൊണ്ട് ഒരു ഓട്ടയിലൂടെ പുറത്തോട്ട് നോക്കുന്നതാണ്. ഞാനത് കേട്ട് ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല അവിടെ നിന്ന്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ
ആ ഹോളിലൂടെ കണ്ടത് പൂച്ച അതിലൂടെ നോക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചിത്രം ഉദ്ദേശിച്ചത്. വേറെ ഒന്നുമില്ല, പെൻസിൽ കൊണ്ട് വരച്ചിട്ടുള്ളൊരു റൗണ്ട്. അങ്ങനെയാണ് വൃത്തത്തിനുള്ളിലൊരു വൃത്തം. ആ വൃത്തത്തിനുള്ളിൽ ഞാൻ കണ്ടു ആന ചിറകിട്ടടിച്ച് പറന്നു പോകുന്നതായി. ആനയ്ക്ക് ചിറകുണ്ടാകുന്നതും ആന പറക്കുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അറിയാമെന്ന് ധരിച്ചും അറിഞ്ഞൂടാത്ത കാര്യം അറിഞ്ഞൂടാ എന്ന് പറയാനുള്ള മനസ്സില്ലായ്മയും എന്തോ ഭയങ്കര സംഭവം എന്നൊക്കെ ചിന്തിക്കുന്നിടത്തു നിന്നാണ് ഈ കവിതയുടെ ജനനം. അതിങ്ങനെ കേട്ടു, അത് ശരി, അപ്പം നിനക്ക് വിവരം വെച്ച് തുടങ്ങി. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു സാർ എൻ്റെ ചെറിയ അറിവുകൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ ഓരോ കവിതകളും ഇങ്ങനെയാണല്ലേ എന്നാണ്. നീ പേന കൊണ്ടുവന്നിട്ടുണ്ടോ? അവിടെ ഉണ്ട്. പുസ്തകം എല്ലാം റെഡിയാക്കി. ഇനി ഇതുകൂടെ അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിൽ ഇതുകൂടെ ചേർത്ത് വേണം അതിൽ പ്രസിദ്ധപ്പെടുത്താൻ. അങ്ങനെ ഞാൻ പറഞ്ഞു, സാർ ഇതൊന്ന് എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പേന എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അതിൽ അദ്ദേഹം കുറിച്ചു ഇങ്ങനെ. അത് പ്രിൻ്റായി അതിൽ ചേർത്തിട്ടുണ്ട്. അതിലിങ്ങനെയാണ് അദ്ദേഹം കുറിക്കപ്പെട്ടത്: ഉത്സാഹശാലിയായ നല്ല യുവാവ്, സാഹിത്യത്തോട് അനുപമമായ ഭക്തിയും തികഞ്ഞ ആത്മാർത്ഥതയും. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഈ പുസ്തകം. ആധുനിക സങ്കേതങ്ങളാണ് കവിതാരചനയിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് കൂടുതൽ സാന്ദ്രത ഉണ്ടാകട്ടെ. ശ്രീ ശരവൺ മഹേശ്വർക്ക് ഞാൻ നന്മ നേരുന്നു. തകഴി ശിവശങ്കരപ്പിള്ള 9/12/1985. ഇത്രയുമാണ് അദ്ദേഹം നീല പേന കൊണ്ട് നീലമഷിയിൽ എൻ്റെ പുസ്തകത്തിൽ കുറിച്ചത്. ഇത് മതിയോടാ? മതി സർ. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ച ഇനിയുള്ള ഭാഗമാണ് അതീതും ഗംഭീരം. നീ എൻ്റെ പുസ്തകങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ടോ? ഞാൻ പിന്നെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. ഏതൊക്കെ വായിച്ചിട്ടുണ്ട്? നമ്മൾ സാറ് ചെമ്മീൻ വായിച്ചിട്ടുണ്ട്. അതെല്ലാവരും പറയുന്നതല്ലേ. നമ്മൾ രണ്ടിടം കഴി വായിച്ചിട്ടുണ്ട്, കയറ് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാറിന് കയറിൻ്റെയും രണ്ടിടം കഴിയുടെയും അടിസ്ഥാനത്തിലല്ലേ ഞാനിവിടെ അവാർഡ് പരിഗണിച്ചതും കിട്ടിയത്? അതേടാ, നിനക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നോ? ഞാൻ മുഖത്തടിച്ചാലോ പറഞ്ഞു, കയർ അത്ര പോരാ, രണ്ടിടം കഴിയാണ് ഏറ്റവും മികച്ച സൃഷ്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കാ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു തെറിയും പറഞ്ഞിട്ട് അവിടുന്ന് എഴിച്ച് അടുത്ത് വന്ന് എൻ്റെ കാതിൽ പിടിച്ചൊന്ന് കിഴുക്കി എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ പറയാൻ ധൈര്യം വന്നടാ കയറ് മോശമാണെന്ന്? ഞാൻ പറഞ്ഞു, സാർ കയറ് മോശമെന്നുള്ള അർത്ഥത്തിലില്ല. അതിൽ ധാരാളം കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ 10, 60, 70, 80 കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കഥാപാത്രങ്ങളിൽ എത്ര കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും? ബൃഹത്തായൊരു സൃഷ്ടി തന്നെ. പക്ഷേ അത് വായിച്ചു തീർക്കാനും വായിച്ചറിയാനും ഒരുപാട് സമയം വേണ്ടി വരുന്നു. അതുമാത്രമല്ല, ഒരുപാട് കഥാപാത്രങ്ങൾ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കറിയുമോ, ഞാനിത് മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി. മരമക്കത്തായവും കെട്ടുപിണഞ്ഞ ബന്ധങ്ങളും ഒക്കെ ഞാൻ കോർത്തിണക്കി എഴുതാൻ 6-7 വർഷമാണ് എടുത്തത്. അപ്പോൾ അത് നീ അത്ര പോരാ എന്നല്ലേ എന്നോട് നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, രണ്ടിടങ്ങഴി എന്ന് പറയുന്നൊരു ചെറിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ജന്മിയും കുടിയാന്മാരും കർഷകരും അവരുടെ ജീവിത അനുഭവങ്ങൾ വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതും കൂടി ഒരു താരതമ്യ പഠനം നടത്തുകയാണെങ്കിൽ ഏറ്റവും മികച്ചത് രണ്ടിടങ്ങഴിയാണ് എന്നാണ് എൻ്റെ പക്ഷം. അത് കേട്ടൊന്ന് മൂളി. അങ്ങനെ
സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, വീട്ടിൻ്റെ ഉമ്മറത്ത് ഈ പൊളിഞ്ഞ 5-6 കസേര അല്ലാണ്ട് ആ ജ്ഞാനപീഠ അവാർഡ് എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് അകത്ത് വെച്ചിട്ട് ഇതൊന്നും എല്ലാവരും വന്നു കഴിഞ്ഞാൽ അവർ ആഗ്രഹിച്ചു എന്നെ ഒന്ന് കയറി കാണുന്നതിന് വല്ല ബുദ്ധിമുട്ടും വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് വേണോ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, അങ്ങക്ക് ലഭിച്ചത് അങ്ങക്ക് തന്നെയാണ്, പക്ഷെ അത് കാണാനുള്ളൊരാഗ്രഹമുണ്ട്. ഭാഗീശ്വരിയല്ലേ, അത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നീ വാ, നിന്നെ സംശയിക്കേണ്ടതൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ സാറിന് എങ്ങനെ തോന്നുന്നു അതുപോലെ ചിന്തിക്കാം. തിരുവനന്തപുരംകാരനാണ്, അതുകൊണ്ട് മനസ്സിലെന്ത് തോന്നുന്നു അതനുസരിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞു. എങ്കിൽ നീ വാ, എടിയേ നീ ആ പെര ഒന്ന് തുറന്നേ. അപ്പോൾ അകത്ത് കംപ്ലീറ്റ് മാർബിളൊക്കെ ഇട്ട് നല്ല വെൽ പ്ലാൻഡ് ആയിട്ടാണ് എല്ലാ കിട്ടിയ അവാർഡുകളും ഇതെല്ലാം ഇങ്ങനെ നിരത്തി അടുക്കും ചിട്ടിയോടും കൊണ്ട് നല്ല ഭംഗിയായി വെച്ചിരിക്കുന്നു, കിട്ടിയ അവാർഡുകളും കാര്യങ്ങളും എല്ലാം. അങ്ങനെ ഞാൻ അവിടെ ഒരു 2 മിനിറ്റ് അകത്ത് കയറി കണ്ടു. നല്ല വെൽ അറേഞ്ച്ഡായിട്ട് നല്ല രീതിയിലത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. എല്ലാം കണ്ട് ചുറ്റും നടന്ന് ആ വീടെല്ലാം നോക്കിയപ്പോൾ കാത്ത അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി മുണ്ടും നേരിയതും ബ്രൗൺ കളറിലുള്ള ഇളം ബ്രൗൺ കളറുള്ള കപ്പിപ്പൊടി കളറുള്ളൊരു ബ്ലൗസും ഇട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അകത്തേക്ക് എന്നെ മാറി നിന്നു വളരെ കുലീനതയോടെ. അവിടുന്ന് ഞാൻ ഇറങ്ങി വീണ്ടും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഈ പുറത്തെല്ലാം ഈ ദാരിദ്ര്യം പിടിച്ച കസേരകളും അകത്ത് എത്ര വെൽ പോഷായിട്ട്, അത് നല്ലവരെയൊക്കെ അകത്ത് കയറും, ഞാൻ നല്ലവരല്ലാത്തവരെയൊക്കെ പുറത്തെടുത്തും. നമ്മൾ നല്ല കൺസെപ്റ്റ്, ഞാൻ മനസ്സിൽ പറഞ്ഞതൊന്നും സാറിനോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ചിരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ബനിയനിൽ കൂടെ ആക്കി പിന്നെ ഞാൻ ബനിയനും കൂടെ നനച്ചിടേണ്ടി വരും, ഷർട്ട് ഇതുവരെ ഉണങ്ങിയിട്ടില്ല, ഏകദേശം ഒരു 3/4 മണിക്കൂറായിരുന്നു. അപ്പോൾ 3/4 മണിക്കൂറായിട്ട് ഒരു ഗ്ലാസ് വെള്ളം തന്ന പരിപാടിയില്ല. അപ്പം ഞാൻ മിണ്ടിയില്ല. അത് എഴുതിയൊക്കെ തന്നു. നീ നന്നായി വരും, നീ നന്നായി വരും, നീ ഒരു വലിയ കവിയായി തീരും, നിന്നെ ലോകം അംഗീകരിക്കും, എനിക്ക് അത്ര ഇഷ്ടമായി നിന്നെ എന്ന് പറഞ്ഞ് ഞാൻ ശരി സാർ വരട്ടെ എന്ന് പറഞ്ഞ് ഉടുപ്പും എടുത്തിട്ട്, അന്ന് പാൻറ്റൊന്നുമില്ല, മുണ്ടും ഷർട്ടുമാണ്, കാറ്റത്തോടെ നടന്നു പോകുമ്പോൾ ഇത് ഉണങ്ങുമല്ലോ എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമസ്കാരമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വണങ്ങി. ഇനി എന്നാണ് കാണുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത്ര ഹൃദ്യമായിട്ടായിരുന്നു സംഭാഷണമല്ല. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി കുറേ ദൂരം ചെന്നപ്പോൾ ഇദ്ദേഹം റോഡിലോട്ടിറങ്ങി കൈ കൊട്ടുകയാണ്. അപ്പോൾ ഞാൻ കുറേ ദൂരം, ഒരു നിഴൽ മാതിരിയേ അദ്ദേഹത്തിനെ കാണാൻ പറ്റുള്ളൂ. കുറേ ദൂരം നടന്നപ്പോൾ അദ്ദേഹം കൈ കൊട്ടുകയാണ്, കേൾക്കുന്നില്ല, എങ്കിലും ഒരാൾ അവിടെ നിന്ന് കൈ വീശുന്നു. പോയ ദൂരത്തിൽ നിന്നും ഞാൻ വീണ്ടും തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. അയ്യോ, നിനക്ക് വെള്ളം പോലും തന്നില്ലല്ലോ, നീ നാട്ടിലെല്ലാവരും ചെന്ന് പറയില്ലേ. നമ്മുടെ സംശയം തോന്നും, ഇത്രയും ദൂരം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് വന്ന് ഇവിടെ ഇരുന്ന് ഞാൻ എല്ലാവരോടും പറയും എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു. കാത്തേ, ഇവന് ഒരു ഗ്ലാസ് ചായ കൊടുത്തേ, പാലുണ്ടോടി. ഞാൻ പറഞ്ഞു, ദാരിദ്ര്യത്തിന് പിന്നെ പഞ്ചമില്ലല്ലോ. ശ്രീ മലയാറ്റൂർ എന്നോട് മുമ്പൊരിക്കൽ പറഞ്ഞു, മലയാറ്റൂരും സാറും വേറെ 3-4 പേരൊക്കെ കൂടെ ചേർന്നിട്ട് നല്ല തെങ്ങിങ്ങളിൽ വാങ്ങിച്ച് കുടിച്ചിട്ട് പൈസ കൊടുക്കാതെ മുങ്ങിയ കാര്യം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു വീണ്ടും. ഇത്ര പിശുക്ക് വേണോ? ചെമ്മീൻ്റെ പരിഭാഷക്കുള്ള റോയൽറ്റീൻ്റെ സ്വിറ്റ്സർലൻഡിലും അവിടെ കിടക്കുന്നതാണ് കേൾവി. ഞാനൊക്കെ ആണെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് കിടക്കുക. എഴുത്തുകാരനെ കണ്ട് അപ്പം അടി കൊടുക്കണമെന്നാണ് എൻ്റെ ചില സുഹൃത്തുക്കൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ദൂരം ഞാൻ തിരിച്ചു പോയ ശേഷം തിരിച്ചു വന്നപ്പോഴാണ് ബോധോദയം ഉണ്ടായ സാറിന്. നീ ഇരിക്ക്, നീ കണ്ണൊക്കെ കട്ടൻ കാപ്പിയാണോ ഇഷ്ടം, കട്ടൻ ചായയാണോ ഇഷ്ടം? ഞങ്ങളൊക്കെ കരിപ്പൊട്ടി കാപ്പിയാണ് കുടിക്കാറ്, സിറ്റിയിലല്ലേ വളരുന്നത്. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, നിനക്കും കഴിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞു, സാർ സന്തോഷം, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ച നിമിഷങ്ങളാണ് അങ്ങേയുമായിട്ടുള്ള ഈ സംഭാഷണം. അതുമല്ല, എൻ്റെ ആദ്യ പുസ്തകത്തിന് തന്നെ യാതൊരു വൈക്ലഭ്യവും കൂടാതെ അങ്ങെനിക്ക് ഒരു ആമുഖം എഴുതി തന്നല്ലോ. ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാവതല്ല. എടാ, ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടും ആദ്യകാലത്തൊക്കെ ഒരു കഥയും ഒക്കെ എഴുതി പ്രസിദ്ധീകരിച്ച് വരാൻ ഒരുപാട് പ്രയത്നിച്ചവനാണ്. അപ്പോൾ എനിക്കറിയാം ആ കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞ് ചിരിച്ച് കാത്ത അമ്മ ഇത് തന്നു. അമ്മ
ഒരു പാൽ ചായ തന്നു. അത് കുടിച്ചു. അമ്മേ വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒന്ന് ചിരിച്ചു ആ വാതിൽക്കൽ നിന്ന്. അവിടുന്ന് നിന്നെ ഞാൻ കുറച്ച് ദൂരം വരെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുണ്ടും തോളിലൊരു തോർത്തും, മുണ്ട് നെഞ്ചോട് മുകളിൽ വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്, മടക്കി കുത്തി തോളിലൊരു ചെറിയ തോർത്തുമിട്ട് എന്നോടൊപ്പം നടന്ന് കുറേ ദൂരം വന്നിട്ട് കുറേ ദൂരം വരുമ്പോൾ വലതുവശത്ത് ഒരാളുടെ ഒരു മുറുക്കാൻ കടയുണ്ട്. എടാ ഉവേ ഒരു മുറുക്കാൻ തന്നെ. പിള്ളച്ചേട്ടാ, എത്ര കാലം കൊണ്ട് ഇവിടുന്ന് മുറുക്കാനും നാരങ്ങ വെള്ളവും അതും ഇതും എല്ലാം വാങ്ങിക്കുന്നു. അതിൻ്റെ കണക്ക് നോക്കിയാൽ തന്നെ 5 സെൻറ്റ് പുരയിടം വാങ്ങിക്കാം. നീ എൻ്റെ പേരിൽ എഴുതി വെച്ചോടാ. എന്നിട്ട് അവിടുന്ന് കുറച്ച് വെള്ളം വാങ്ങി വായെല്ലാം കഴുകി, നീ ഒരു മുറുക്കാൻ കൂടെ നല്ലൊരു മുറുക്കാൻ ഇടിച്ചതാ. എന്നുവെച്ചാൽ അതിൻ്റെ ചേരുവകളെല്ലാം നന്നായിരിക്കണം, അതിലൊരു ഗ്രാമ്പും കൂടെ വെച്ചോളൂ കേട്ടോ. എല്ലാം കൂടെ വാങ്ങിച്ച് വീണ്ടും ഇത് തിരങ്ങി എൻ്റെ കൂടെ തകഴി ക്ഷേത്രം വരെ നടന്നു വരുന്നതിനിടയിൽ മുണ്ട് മടക്കി കുത്തി. ഞാൻ പറഞ്ഞു, സാർ കവിനെയൊക്കെ കാണുന്നുണ്ട് അതൊന്ന്. ആ അതാടാ എൻ്റെ മാസ്റ്റർ പീസ്, അതാ ഞാനൊക്കെ ഗ്രാമീണനില്ലടാ എന്നൊന്ന് ചിരിച്ചു. എന്നിട്ട് എന്നോടൊപ്പം തകഴി ക്ഷേത്രം വരെ അദ്ദേഹം നടന്നു. നീ നന്നായി എഴുതണം, ഒരുപാട് എഴുതണം. ആരെ എന്ത് പറയുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നീ ചിന്തിക്കരുത്. നിന്നെ എനിക്കിഷ്ടമായി, നീ നന്നായി വരും. അപ്പോൾ നേരം പുലർന്ന് നെൽപ്പാടങ്ങൾ, ഇരുവശത്ത് നെൽപ്പാടങ്ങളാണ്. അതിൽ മഞ്ഞുകണങ്ങളിങ്ങനെ അടർന്ന് വീഴുന്നു. വാഹനങ്ങളുടെ ബഹളങ്ങളൊന്നുമില്ല. 1-2 സൈക്കിൾ യാത്രക്കാർ അങ്ങോട്ട് പോകുന്നു. നീ എന്തായാലും പോകില്ലേ, തകഴി ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടം വരെ. എടാ മതി, ഞാൻ ഒത്തിരി നടന്നു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നെനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ പോയപ്പോൾ ഞാൻ ഒരു പൊതിയിൽ നിറച്ച് ഓറഞ്ചും കുറച്ച് ലഡുവും ഒരു പൊതിയായി കൊണ്ടുപോയിരുന്നു. അത് ആ മേശമേൽ വെച്ചിട്ടാണ് വന്നത്. ഇതെന്താടാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് ഓറഞ്ചും ലഡുവാണ്. ലഡു എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, എന്താ കഴിച്ചാൽ ശരിയാവില്ലേ? ഇത് പട്ടന്മാരെ പറഞ്ഞ് ജയിച്ചിട്ടുള്ള ലഡുവാണ്. അല്ലടാ, എനിക്ക് ഈ ചെറിയ കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ മനസ്സിലായി, കഴിക്കണ്ട, ഓറഞ്ച് കഴിക്കാമല്ലോ, കഴിക്കടാ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു മടങ്ങുമ്പോൾ തൊഴുകൈകളോടെ നീ നന്നായി വരും എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ തട്ടി. നിൻ്റെ ഉടുപ്പ് ഉണങ്ങി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയി. ആ വീട്ടിൽ കയറുന്നത് വരെ ഞാൻ നോക്കി നിന്നു. എന്നിട്ടാണ് ഞാൻ മടങ്ങിയത്. അതിനുശേഷം എൻ്റെ വിവാഹത്തിന് അദ്ദേഹത്തെ വിളിക്കാൻ മുമ്പ് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ വീട്ടിലായിരുന്നു. ഞാനും അമ്മയും കൂടെ ചെന്ന് വളരെ ഹൃദ്യമായ സ്വീകരണമായിരുന്നു. തീർച്ചയായും ഇവിടെ എൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ കുറച്ച് മോശമാണ്, മനഃപൂർവ്വമല്ല. അപ്പം ഞാൻ പറഞ്ഞ ഈ കാറിൽ വരാനുള്ള പിശുക്കുണ്ടായിരിക്കും. നിന്നാണ് സത്യം, അല്ല, എൻ്റെ ആരോഗ്യം കുറച്ച് മോശം, അതുകൊണ്ടാണ് മോളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ മോളാണ് അന്ന് ആരോ ബന്ധു എന്നോട് പറഞ്ഞു, വർഷങ്ങൾ ഒത്തിരിയായി പറഞ്ഞു, ശരിക്കും വയ്യാതിരിക്കുകയാണ്, കാലിനൊക്കെ മുട്ടുവേദനയും കാലിന് നീരുമൊക്കെ ആണെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അമ്മയും അദ്ദേഹമൊക്കെ ആയി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ആരോഗ്യം ഒരുവിധമെങ്കിലും ശരിയായെങ്കിൽ ഞാൻ തീർച്ചയായും നിൻ്റെ കല്യാണത്തിന് വരും എന്ന് പറഞ്ഞ് ഞാനും അമ്മയായിട്ട് അവിടുന്ന് ഞങ്ങൾ കാറിലാണ് പോയത്. തിരികെ അവിടുന്ന് മടങ്ങി. അപ്പോഴും പറഞ്ഞു, ഇപ്പോഴും എഴുത്തൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, സർ, അന്ന് എൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം എനിക്ക് ഒരു വിവാഹമംഗളാശംസ എനിക്ക് അയച്ചു തന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ തവണ ഞാൻ കാണുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. അതാണ് വിസ്മയിപ്പിക്കുന്ന ഒരു അനുഭവം. ബാംഗ്ലൂരിൽ ഗൾഫിൽ പോകാനായിട്ടൊരു ഇൻ്റർവ്യൂ നടക്കുകയാണ്. ഈ കഥയും കവിതയും എഴുതി നടന്നു കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് ജീവിക്കാൻ പറ്റും? അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ വുഡ്ലാൻഡ് ഹോട്ടലിൽ വെച്ചാണ് ഇൻ്റർവ്യൂ. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് എഴുത്ത് പരീക്ഷയും നേരിട്ടുള്ള ഡിസ്കഷൻസും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ വിയർത്ത് കുളിച്ച് 100 കണക്കിന് കാൻഡിഡേറ്റ്സാണ് നിൽക്കുമ്പോൾ വുഡ്ലാൻഡ് ഹോട്ടലിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഉള്ളൊരു ഫംഗ്ഷനിൽ ഒരു വലിയൊരു ബോർഡ് വെച്ചിരിക്കുന്നു. ശ്രീ ജ്ഞാനപീഠ അവാർഡ് നേടിയ ശ്രീ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക്
സ്വീകരണം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോർഡും അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസും ഒക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് കാണണമല്ലോ, കണ്ടിട്ട് പോയാൽ മതിയല്ലോ. അടുത്ത ദിവസമാണ് ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ. എന്തായാലും അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോകാം എന്ന് കരുതി മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തൊരു 3-3:30 മണിയായപ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലെത്തി. മുണ്ടും ഒരു ഹാഫ് കൈയുള്ള ഷർട്ടും ബട്ടൺസിന് പകരം സ്വർണ്ണ കൊളുത്തു പോലെയുള്ള 3-4 ധരിച്ചിരുന്നത്. തോളിലൊരു തേച്ച ഒരു നേരിയതും മുണ്ടും കയ്യിലൊരു വടിയും. ആ ചിരിച്ച മുഖം നിങ്ങളോട് പറയുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ആ ചിരിച്ച മുഖമാണ്. അദ്ദേഹവും കാത്തയും വന്നിറങ്ങി. രണ്ടുപേരും പുറത്തോട്ടിറങ്ങി. അകത്തോട്ട് പോകുന്നതിന് മുമ്പേ കുറേ ആൾക്കാർ ചുറ്റും കൂടി ഫോട്ടോ എടുപ്പും അത് പറഞ്ഞറിയിക്കാം. ഈ യാത്ര മാത്രം ഗംഭീരമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഹോട്ടലിനകത്തോട്ട് കയറുമ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു, തകഴി സാർ എന്ന് വിളിച്ചു. അദ്ദേഹം ഉടനെ തിരിഞ്ഞു നോക്കി. എന്നുവെച്ചാൽ അന്ന് അറിയാതെ വീണുപോയ ആ വെറ്റില മുറുക്കിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും പോയില്ല. എന്നെ കണ്ട ഉടനെ അടുത്തേക്ക് വന്നു. നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, സാർ ഒരു ഇൻ്റർവ്യൂവിന് വന്നേക്കാണ്. ഞാൻ ആരെങ്കിലും കൊണ്ടൊന്ന് പറയിപ്പിക്കണോ? ഞാൻ പറഞ്ഞു, സാറല്ല, ഇത് ഗൾഫിലേക്ക് പോകാനായിട്ടുള്ള ഇൻ്റർവ്യൂ. അപ്പോൾ നീ ഇപ്പോൾ എഴുതുന്നൊന്നും ഇല്ലടാ. നമ്മൾ എടുത്തുകൊണ്ട് കഞ്ഞി കുടിക്കാനുള്ള വക കിട്ടുന്നില്ല. പിന്നെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ നോക്കാൻ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ആൾക്കാരോട് സംസാരിക്കാം. ഞാൻ തകഴി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയാം ഞാൻ ഇംഗ്ലീഷൊക്കെ പറയുന്ന കൂട്ടത്തിലാണെന്നുള്ള കാര്യം നിനക്കറിയില്ലെന്ന് ഞാൻ ചിരിച്ചു. അത്ര നൈർമല്യത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത് പാഴ്വാക്കല്ല പറയുന്നത്. അദ്ദേഹം അപ്പോൾ ഈ കാത്തയെ വിളിച്ചു പറഞ്ഞു, കാത്തയെ നിനക്ക് ഓർമ്മയില്ല അന്ന് നമ്മുടെ വീട്ടിൽ വന്നവൻ? കണ്ടിച്ച് ഒന്ന് ചിരിച്ചു. അമ്മയെ സുഖമാണോ? സുഖം തന്നെ എന്ന് പറഞ്ഞു. അദ്ദേഹം കയറുന്നതിന് മുമ്പ്, നീ ഇന്നത്തെ എൻ്റെ ഫംഗ്ഷനിൽ പങ്കെടുക്ക്, ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം, എൻ്റെ ബന്ധുവാണെന്ന് പറയാൻ നിന്നെ എന്ന് പറഞ്ഞിട്ട് മുഖത്തു നോക്കി ഒരു ചിരി. തലയിൽ ചുരുണ്ട് കിടക്കുന്ന ആ ചെറിയ മുറിയും ആ കയ്യിലെ ഊന്നുവടിയും കേട്ട് അദ്ദേഹം അങ്ങോട്ട് നടന്നെങ്കിൽ ഞാൻ പറഞ്ഞു, വേണ്ട സാർ എന്ന് പറഞ്ഞു. ആ സ്നേഹം നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും പോകില്ല. അപ്പോൾ ഞാൻ ആ കൂടി നിൽക്കുന്ന ജനാരവത്തിൻ്റെ ഇടയിൽ ഞാൻ കാലിങ്ങനെ കൊണ്ടു, ഇടാ വേണ്ട, നീ എൻ്റെ കാല് പിടിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും സത്യത്തിൽ എൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. യാതൊരു നാട്യങ്ങളുമില്ലാതെ, യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഇത്രയും ദൂരം വന്നപ്പോഴും നിന്നെ സഹായിക്കണോ, നിനക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യണോ, ഞാനൊരു എഴുത്തുകാരനാണെന്നൊക്കെ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ ആ വലിയ മനസ്സുണ്ടല്ലോ, അതിനെയാണ് ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിൽ നീ പറയണം, ഞാൻ ഇന്നും നാളെ കൂടെ ഇവരുടെ ചിലവിൽ അവിടെ താമസിക്കുന്നത്. അത് മനസ്സിലായി, പറയാതെ തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെല്ലാം ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ പറഞ്ഞു, ഇവൻ ഭാവിയിലൊരു വലിയൊരു എഴുത്തുകാരനാണ്, അപ്പോൾ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തോട്ട് കയറുമ്പോഴും നീയും കൂടെ വാ എന്ന് പറഞ്ഞ് അതിൻ്റെ സ്വീകരണ മുറിയിൽ വുഡ്ലാൻഡ് ഹോട്ടലിൻ്റെ മുഖത്ത് ഒരു 10-15 മിനിറ്റ് നിന്ന ശേഷം ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇന്ന് പോവുകയാണ്, മൈസൂരിലൊക്കെ ഒന്ന് പോകണം, അതുകൊണ്ട് ഞാൻ ഇന്ന് പോവുകയാണ്. കാരണം തൊഴുകയോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതാണ് അവസാനമായി അദ്ദേഹത്തെ കാണുന്നത്. ആ ഓർമ്മകൾ, ആ നനുത്ത ഓർമ്മകൾ, അത് മനസ്സിൽ നിന്നും എങ്ങനെ മായും? ഒരു പുരുഷായുസ് കൊണ്ട് നേടാൻ കഴിയുന്നതെല്ലാം അദ്ദേഹം നേടി. ഇന്ന് ഈ ഭൂവിൽ ഇല്ലെങ്കിലും ആ അനുഭവങ്ങൾ അദ്ദേഹത്തെ കണ്ടതും, തകഴിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും തകഴി ക്ഷേത്രം വരെ ഇത്രയും ദൂരം വളരെ പതുക്കെ സാഹിത്യത്തെയും കലയെയും ഒക്കെ പറ്റി പറഞ്ഞ് സംസാരിച്ച്, എടാ എനിക്ക് വയ്യടാ ഇനി നടക്കാൻ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുള്ള തിരിഞ്ഞുള്ള ആ നടത്തിയുമെല്ലാം എങ്ങനെ മറക്കാൻ സാധിക്കും? അതാണ് തകഴി എന്ന വലിയ വ്യക്തിയുടെ നർമ്മബോധം, അല്ലെങ്കിൽ കാര്യഗൗരവം, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൽ കടന്നു കയറാനുള്ള ഒരു തിരുനാളം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മകളെ അയവർത്തിക്കൊണ്ട് ഞാൻ ഈ അധ്യായം അവസാനിപ്പിക്കട്ടെ. നന്ദി,
നമസ്കാരം.